നമസ്കാരം. എന്നാ ഉണ്ട്? ഇന്നൊരു ട്രെയിൻ യാത്രാ വിശേഷമാണ് പറയാനുള്ളത് കേട്ടോ. കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പം ഊട്ടിയിലെ ടോയ് ട്രെയിനിൽ പോകാനായിട്ടൊരു ചാൻസ് കിട്ടി. ടോയ് ട്രെയിൻ നമുക്ക് 3 സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന്. ഊട്ടി, മേട്ടുപ്പാളയം, കൂണൂർ. ഞങ്ങൾ കൂണൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ബുക്കൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ഡിസിഷനായിരുന്നു. ബിക്കോസ് ഞങ്ങളൊരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനാണ് കൂണൂരെത്തിയത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് തിങ്കളാഴ്ച മോർണിംഗ് 7:45 കൂണൂരിൽ നിന്ന് ഊട്ടിക്കുള്ള ടോയ് ട്രെയിനിലായിരുന്നു. ശരിക്കും സീസണൊക്കെ ആണെങ്കിലും സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിലും ഭയങ്കര റഷാണെന്നാണ് കേട്ടിരിക്കുന്നത്. ടിക്കറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും കേട്ടിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ടിക്കറ്റും കിട്ടി, ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഫസ്റ്റ് ക്ലാസ് യാത്രയും കിട്ടി. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒഫീഷ്യലായിട്ട് ഈ റെയിൽപാതയ്ക്ക് നീൽഗിരി മൗണ്ടെയിൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. 2005 ഈ റെയിൽവേ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ഇടം നേടിയിട്ടുണ്ട്. കൂണൂർ ടു ഊട്ടി വരെ 21 കിലോമീറ്ററാണുള്ളത്. ടോയ് ട്രെയിനിലെ ഏകദേശം 1.5 മണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു യാത്രയാണിത്. ഊട്ടിയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും കണ്ണിന് കുളിർമയേകുന്ന ഈ മനോഹരമായ കാഴ്ചകളെ ഒരിക്കലും നമുക്ക് വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ മനോഹരമാണ് ഈ കുന്നുകളും താഴ്വരകളും മരങ്ങളും പൂച്ചെടികളും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഈ ജനവാസ കേന്ദ്രങ്ങളും തേയിലത്തോട്ടങ്ങളും പൈൻമരക്കാടുകളും കൃഷിയിടങ്ങളും. യാത്ര ഒരിക്കലും അവസാനിക്കരുതേ എന്ന് തോന്നിപ്പോവും. കൂണൂരിലെ നോർമൽ ക്ലൈമറ്റാണ്. എന്നാൽ ഊട്ടി അടുക്കും തോറും തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ചില യാത്രകൾ പ്രാർത്ഥനകൾ പോലെയാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമയും സമാധാനവും നൽകും. നല്ല യാത്രകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബൈ.